ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് 2 സ്നാക്സ് വിഭവങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് തട്ടുകടയിൽ നിന്നും കിട്ടുന്ന ഉള്ളിപ്പൊക്കവടയാണ്. രണ്ടാമത്തേത് സ്നാക്സായും ചോറിന് സൈഡ് ഡിഷായും യൂസ് ചെയ്യാവുന്ന ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ ആണ്. രണ്ടിൻ്റെയും സ്വാദ് ഒന്നിനൊന്ന് മികച്ചതാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഈ 2 സ്നാക്സും ബിഗിനേഴ്സിന് പെർഫെക്റ്റായി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്നുണ്ടാക്കുന്നത്. അളവുകൾ കൃത്യമായി എടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്, 1 തുണ്ട് ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 8 കറിവേപ്പില ചെറുതായി മുറിച്ചത് എന്നിവയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. കഴിയുന്നതും ഫ്രഷ് കടലമാവ് എടുക്കുക. പഴകിയ കടലമാവിന് ലേശം കയ്പുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സ്പൂൺ അരിപ്പൊടി കൂടി ഇടുക. അരിപ്പൊടി ഇടുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും പൊക്കവട. ഉള്ളു നല്ല സോഫ്റ്റായി കിട്ടാനാണ് മൈദാമാവ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൈകൊണ്ട് ഉലർത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില എന്നിവ കൂടെ ഇട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുന്നതാണ് നല്ലത്. കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾ സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 സ്പൂൺ ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. നല്ല റെഡ് കളർ ആയതുകൊണ്ട് കാണാനും ഭംഗിയുണ്ടാവും. ഇനി വെള്ളം കുറേശ്ശെ ചേർത്ത് യോജിപ്പിക്കുക. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ചേർത്താൽ മാവ് ലൂസായി പോകും. കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടത്. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ കോരിയിടാൻ പാകത്തിലാണ് മാവ് കലക്കേണ്ടത്. മാവ് ലൂസായി പോയാൽ കറക്റ്റ് ഷേപ്പ് പൊക്കവടയ്ക്ക് കിട്ടില്ല. അതുപോലെ മാവ് കട്ടിയായാൽ ഹാർഡായിരിക്കും പൊക്കവട. അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് ഉടനെ തന്നെ നമ്മൾക്ക് വറുത്തെടുക്കാം. വറുക്കുന്നതിന് നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാൻ കടലെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ്. ഇനി പൊക്കവട വറുക്കുന്നതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിൽ വെള്ളമുണ്ടെങ്കിൽ അത് വറ്റിയ ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. കടലെണ്ണ പതഞ്ഞ് പൊങ്ങാതിരിക്കാൻ ഒരു ചെറിയ തുണ്ട് പുളി കൂടി ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ മാവെടുത്ത് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എണ്ണ പാകത്തിന് ചൂടായിട്ട് വേണം മാവ് ഇട്ട് കൊടുക്കുവാൻ. എണ്ണ ചൂടായോ എന്നറിയാൻ മാവ് ലേശമെടുത്ത് എണ്ണയിലേക്കിട്ടാൽ ഉടനെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണയുടെ ചൂട് കറക്റ്റാണെന്ന്. അല്ലെങ്കിൽ എണ്ണയുടെ മുകളിലേക്ക് കൈവച്ചാൽ ചൂട് കയ്യിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാം. എണ്ണ ഓവർ ചൂടായി പുകയരുത്. ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് മാവിട്ടാൽ പൊക്കവടയുടെ പുറം പെട്ടെന്ന് മൊരിഞ്ഞു വരും. പക്ഷേ ഉള്ള് ഒട്ടും വെന്ത് കാണില്ല. കൈ എണ്ണയിൽ മുട്ടിക്കാതെ സാവകാശം കുറേശ്ശെയായി ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം മറിച്ചിടുക. എണ്ണയിൽ കൊള്ളാവുന്നത്ര മാത്രം പൊക്കവട ഇട്ട് കൊടുക്കുക. കുത്തി നിറച്ച് ഇടരുത്. 2 സൈഡും ഇടയ്ക്കിടെ മറിച്ചിടുക. എണ്ണയുടെ പത അടങ്ങി പൊക്കവട ഗോൾഡൻ കളർ ആകുന്നതുവരെ പൊരിക്കുക. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ പൊക്കവടയും വറുത്തെടുക്കുക. പുറം ക്രിസ്പിയും ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഈ തട്ടുകട സ്പെഷ്യൽ പൊക്കവട തട്ടുകടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്വാദാണ്. ഇനി ഇത് നമ്മൾക്ക് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുകളിൽ കുറച്ച് ഇഡ്ലിപ്പൊടി തൂവി അതിന് മുകളിൽ സവാള അരിഞ്ഞത് വിതറി കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്താൽ മതി. വളരെ സ്വാദുള്ള ഈ പൊക്കവട എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. ഇനി നമ്മൾ രണ്ടാമതായി ഉണ്ടാക്കുന്നത് ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇതുണ്ടാക്കി വെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് പാത്രം കാലിയാവും. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു വലിയ കോളിഫ്ലവർ എടുത്ത് ചെറുതായി മുറിച്ച് വയ്ക്കുക. കോളിഫ്ലവറിൽ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാകുമ്പോൾ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക.
വെള്ളം തിളയ്ക്കുമ്പോൾ അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇട്ട് 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. വെള്ളം ഊറ്റിക്കളഞ്ഞ് കോളിഫ്ലവർ തണുക്കാൻ വയ്ക്കുക. ഇനി നമ്മൾക്ക് ഒരു മസാല തയ്യാറാക്കാം. ഇതിന് ഒരു പാത്രത്തിൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ സാദാ മുളക് പൊടി, 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ വിനാഗിരി, 2 സ്പൂൺ റെഡ് ചില്ലി സോസ്, 3/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കി ചേർക്കണം, കാരണം സോസുകളിലെല്ലാം തന്നെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുക. ആപ്പം, ഇടിയപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇനി 1 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് യോജിപ്പിക്കുക. കുറച്ച് തിക്ക് പേസ്റ്റായിട്ടാണ് മസാല തയ്യാറാക്കേണ്ടത്. നമ്മൾ ആറാൻ വെച്ച കോളിഫ്ലവറിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കുടഞ്ഞെടുക്കുക. അരിപ്പൊടി കോളിഫ്ലവറിൽ കോട്ടായി വരണം. ഇനി കോളിഫ്ലവർ തയ്യാറാക്കിയ മസാലയിലേക്ക് ഇട്ട് യോജിപ്പിക്കുക. വലിയൊരു കോളിഫ്ലവറിനുള്ള മസാലയുടെ അളവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ കോളിഫ്ലവറാണ് എടുക്കുന്നതെങ്കിൽ മസാലയ്ക്കുള്ള അളവുകൾ അതിനനുസരിച്ച് കുറയ്ക്കുക. ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്നത്. ഹോട്ടലിലും തട്ടുകടകളിലും റെഡ് കളർ ചേർത്താണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇനി ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 1/4 ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എണ്ണ എടുത്ത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഫ്രൈ ചെയ്ത എണ്ണ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നും മേടിക്കുന്ന സ്നാക്സ് ഹാനികരമാണ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്ത എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചിട്ടാണ് സ്നാക്സുകൾ തയ്യാറാക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചുണ്ടാക്കി ബാക്കിയുള്ള എണ്ണ കൂടുതൽ ദിവസം എടുത്തു വയ്ക്കാതെ ആ എണ്ണ കറികൾക്കോ ദോശ ചുടുന്നതിനോ യൂസ് ചെയ്യുക. ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ ടിപ്സുകൾ സഹായിക്കും. സാമ്പത്തിക ലാഭം നോക്കിയാൽ ആരോഗ്യം ക്ഷയിക്കും. ഞാൻ കടലെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കടലെണ്ണയിൽ സ്നാക്സ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ രുചികരമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മായം കലരാത്ത എണ്ണ ഉപയോഗിക്കുക. എണ്ണ പതഞ്ഞ് പൊങ്ങി വരാതിരിക്കാൻ 1 തുണ്ട് പുളി കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ കോളിഫ്ലവർ ഒന്നിച്ച് വാരിയിടാതെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തവി കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിക്കുക. എണ്ണയുടെ പത അടങ്ങി കോളിഫ്ലവർ ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റുക. ഇങ്ങനെ എല്ലാ കോളിഫ്ലവറും വറുത്തെടുക്കുക. അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം വറുത്ത് ബാക്കി എയർ ടൈറ്റായി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം പൊരിച്ചെടുക്കാം. വറുത്തെടുത്ത കോളിഫ്ലവർ മാറ്റിവെക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ കോളിഫ്ലവർ വറുത്ത എണ്ണയിൽ നിന്നും 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 2 പച്ചമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. വെളുത്തുള്ളി മൂത്ത് മണം വരുമ്പോൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. മല്ലിയില വിതറി അലങ്കരിക്കാം. ഇത് ചൂടോടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ 4 മണിക്ക് സ്നാക്സായും ഉച്ചയ്ക്ക് ഊണിന് സൈഡ് ഡിഷായും യൂസ് ചെയ്യാം. ഇത് മുളക് വറുത്ത പുളിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. പാലക്കാടൻ മുളക് വറുത്ത പുളിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുമല്ലോ. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ടാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. 1 വറ്റ് പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ ചോറും അവർ കഴിച്ചുകൊള്ളൂ. 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് കൂടിയാണ് ഇത്. ഈ ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. നമ്മൾ ഇന്നുണ്ടാക്കിയ 2 വിഭവങ്ങളും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. ഈ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.